Hi all, welcome to ONCE. In today's session, we'll be dealing with the subject power electronics. Okay, power electronics എന്ന സബ്ജക്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഫോർ ഗേറ്റ് എക്സാമിന് നമ്മൾ പവർ ഇലക്ട്രോണിക്സിൻ്റെ സിലബസ് എന്താണ്, ഏതൊക്കെ ബുക്കാണ് റെഫർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ പ്രീവിയസ് ഇയേഴ്സിൽ പവർ ഇലക്ട്രോണിക്സിൽ എത്ര വെയിറ്റേജ് ഉണ്ടായിരുന്നു, എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വന്നിരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ആൻഡ് ഫൈനലി ഓവറോൾ ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസും അതിലെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് നോക്കാം. Okay, so we'll move. First, let's see what is power electronics. Okay, power electronics നമുക്ക് എല്ലാവർക്കും അറിയാം, it is a branch coming under electrical engineering. Okay, so power electronics എന്താ, അത് ഒരു interdisciplinary branch വരെയാണ്. അതായത് it has circuits in it, it has a power system in it. അതായത് നമ്മൾ ഒരു ഫോം ഓഫ് എനർജീനെ അത് കൺട്രോളും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഫോം ഓഫ് എനർജീനെ വേറൊരു ഫോം ഓഫ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ആസ് ഡിമാൻഡഡ് ബൈ ദ ലോഡ്. ഓക്കെ, ലോഡിന് അത് എങ്ങനത്തെ ഇലക്ട്രിക് പവർ ഡി സി ആയിട്ടാണോ വേണ്ടത്, ഏത് ലെവലിലാണോ വേണ്ടത്, ഓക്കെ, ഹൈ ഡി സി ടു ലോ ഡി സി കൺവേർഷൻ, ഓക്കെ, അപ്പോൾ ഏത് ലെവലിലാണോ വേണ്ടത്, അങ്ങനെ ഒരു കൺവേർഷൻ. അപ്പോൾ ബേസിക്കലി പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ദ സെറ്റ് ഓഫ് കൺവേർട്ടേഴ്സ് വിച്ച് കൺട്രോൾസ് പവർ ഫ്രം വൺ ഫോം ടു അനദർ. ഓക്കെ, സോ in modern terms power electronics ne parayunnathu it is the brain of power system na. Okay, brains of power system. അതായത് പവർ സിസ്റ്റത്തിൽ നമുക്കറിയാം there is generation, transmission and distribution. ഇതിലൊക്കെ പല പല കൺവേർട്ടേഴ്സ് ആവശ്യമുണ്ട്. ലോഡിനനുസരിച്ച് എ സി ആണോ ഡി സി ആണോ ആവശ്യമുണ്ട്, മീൻസ് എങ്ങനെയാണ് പവർ, ഡി സി പവർ ആണോ എ സി പവർ ആണോ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പവറിൻ്റെ ലെവലും പവറിൻ്റെ ഫോമും കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് കൺവേർട്ടേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്. സോ ഇതിൽ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, കൺട്രോൾ ഓഫ് പവർ വരുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പവർ സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷനിൽ നമ്മൾ ഇലക്ട്രോണിക്സ് ബേസിക്സ് അപ്ലൈ ചെയ്തിട്ട് ഹൗ വി ആർ കൺട്രോളിങ് ദാറ്റ് പവർ ഫോർ വേരിയസ് ആപ്ലിക്കേഷൻസ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഡി സി പവർ സപ്ലൈ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ആർ പ്ലഗിങ് ഇറ്റ് ഇൻ ടു എ സി പവർ സപ്ലൈ അല്ലേ. വോളിൽ നമ്മൾ ഒരു ഡി സി പവർ സപ്ലൈനെ നമ്മൾ എ സിയിലേക്കാണ് പ്ലഗ് ഇൻ ചെയ്യുന്നത്. ഓക്കെ, എ സി സിംഗിൾ ഫേസ് ആണെങ്കിൽ 230 വോൾട്ട് 50 ഹെർട്സ് എ സി ആണ് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുന്നത്. ബട്ട് വാട്ട് വി ആർ ഗെറ്റിംഗ് ഇസ് ആൻ ഔട്ട്പുട്ട് ഡി സി. ഓക്കെ, റിക്വയർഡ് ലെവലിൽ ഡി സി ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ പവർ ഇലക്ട്രോണിക്സിൻ്റെ ആപ്ലിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് അനലോഗിലും പോസിബിൾ ആണ്, പക്ഷേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പവർ ഇലക്ട്രോണിക്സ് വി ക്യാൻ ഇൻക്രീസ് ദ എഫിഷ്യൻസി ആൻഡ് വി ക്യാൻ റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് ആൻ conversion of electrical energy from one form to another with the help of what is required by the load with the help of a control system. Okay, so what is why power electronics? അതിന് ആൻസർ ഞാൻ what is power electronics ൻ്റെ ഇതിൽ തന്നെ പറഞ്ഞു. ബിക്കോസ് നമുക്ക് ഇന്നത്തെ മോഡേൺ വേൾഡിൽ ലോഡ് ഇസ് വേഴ്സറ്റൈൽ. പല ടൈപ്സ് ഓഫ് ലോഡ് ഉണ്ട്, എ സി ലോഡ്, ഡി സി ലോഡ്. അതിൽ തന്നെ ഡി സി ലെവൽ ഇപ്പോൾ വി ആർ ഗെറ്റിംഗ് എ റെക്ടിഫയർഡ് വോൾട്ടേജ് ഓഫ് 500 വോൾട്ട് അസ്യൂം, ബട്ട് വി റിക്വയർ എ 5 വോൾട്ട് ഡി സി ഫോർ അപ്ലൈയിങ് ടു പെർട്ടിക്കുലർ ബോർഡ്. ഒരു ചിപ്പിലോ എന്തിലെങ്കിലും അപ്ലൈ ചെയ്യാൻ ഒരു 5 വോൾട്ടാണ് വേണമെങ്കിൽ യു നീഡ് എ കൺവേർട്ടർ, ഡി സി ടു ഡി സി കൺവേർട്ടർ അവിടെ ആവശ്യമാണ്. സിമിലർലി എ സി പവർ ടു ഡി സി പവർ, ഡി സി വോൾട്ടേജ് ആണ് നമുക്ക് ആവശ്യമെങ്കിൽ എ സി ടു ഡി സി അവിടെ ഒരു റെക്ടിഫയർ ആവശ്യമാണ്. സിമിലർലി നമുക്ക് ഡി സി അവൈലബിൾ ആണ്, we have a load of which requires an AC supply, അല്ലെങ്കിൽ മോട്ടോർ കൺട്രോൾ, അങ്ങനത്തെ കേസിലൊക്കെ വി നീഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവേർട്ടേഴ്സ് ഓൾസോ. ഓക്കെ, സോ ഇതിൽ സിംഗിൾ ഫേസും 3 ഫേസും ഒക്കെ ഉണ്ട്. അപ്പോൾ വേരിയസ് ആപ്ലിക്കേഷൻ പവർ ഇലക്ട്രോണിക്സ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇൻ ടേംസ് ഓഫ് ഗേറ്റിൽ ഇറ്റ് ഈസ് എ കോർ സബ്ജക്റ്റ് equivalent to power system, and it has a, as you know, power electronics is one of the core and scoring subject. Okay, comparatively ഒരു വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ് ആണ് ലൈക്ക് പവർ സിസ്റ്റം ആൻഡ് കൺട്രോൾ സിസ്റ്റം. ഇതിന് അത്യാവശ്യം ആൻഡ് മെഷീൻസ്. ഓക്കെ, ഗേറ്റ് ആൻഡ് അതർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബ്രാഞ്ച്. ആൻഡ് പവർ ഇലക്ട്രോണിക്സ് is very important in this today's automation world. Electric vehicle power electronics the application ധാരാളം വരുന്നുണ്ട്, and it has a wide scope. Okay, then importance of power electronics in the perspective of gate examination. Okay, power electronics is an important subject under electrical engineering as it comprises a weightage of 8 to 9 marks. So it becomes essential to prepare perfectly for the subject. Okay,
So we'll see how, what is the syllabus of power electronics. So gate syllabus പറയുന്നത് mainly power electronics we have different types of switches. Okay, ഈ converters ഒക്കെ എങ്ങനെയാണ്? It is we operate it with the help of switches. അപ്പോൾ ആ switches it can be MOSFET, power BJT, SCR silicon control rectifier or thyristor or IGBT etc. So നമുക്ക് gate syllabus മെയിൻ ആയിട്ട് പറയുന്നത് VI static VI characteristics of mainly thyristor, MOSFET and IGBT. Okay, IGBT, MOSFET and thyristor ആണ് എടുത്തു പറയുന്നത്. അതേമാതിരി തന്നെ അതിൻ്റെ ഫയറിംഗ് ആൻഡ് ഗേറ്റിംഗ് സർക്യൂട്ട്സ് ഓഫ് ദീസ് സ്വിച്ചസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് DC to DC കൺവേർട്ടർ. നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ തന്നെ വി ഹാവ് മെനി boards, okay, which requires different levels of supply. അപ്പോൾ ഫോർ എക്സാമ്പിൾ SMP is an application of different levels of DCs. ചില ചിപ്പിന് 5 വോൾട്ടിലായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുക, ചിലതിന് 10 ആയിരിക്കും, ചിലതിന് 7 ആയിരിക്കും. സോ നമുക്ക് അവൈലബിൾ സപ്ലൈന്ന് ആ ഡിഫറെൻറ്റ് ലെവൽസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ DC കൺവേർഷൻ. ഓക്കെ, DC കൺവേർട്ടേഴ്സിൽ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ബക്ക് ബൂസ്റ്റ് ആൻഡ് ബക്ക് ബൂസ്റ്റ്. ഓക്കെ, ഇതിലും ന്യൂമറിക്കൽസ് ധാരാളം ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് റെക്ടിഫയേഴ്സ്. റെക്ടിഫയേഴ്സ് എന്താ? AC to DC കൺവേർട്ടേഴ്സ്. അത് സിംഗിൾ ഫേസും 3 ഫേസും ഉണ്ട്. ആൻഡ് കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ് ഉണ്ട്. അൺകൺട്രോൾഡ് റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അനലോഗ് ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്, അതിൻ്റെ ഒരു റിവ്യൂ മാത്രമാണ്. ഓക്കെ, with the help of power diodes. Okay, uncontrolled rectifiers and controlled rectifiers ഉണ്ട്. Controlled rectifiers ആകുമ്പോൾ we'll be dealing with thyristors. So single and 3 phase configuration of uncontrolled rectifiers first. അതിൽ voltage and current commutated thyristor based converters, then bidirectional AC to DC voltage source converters. Bidirectional AC to DC voltage source converters എന്ന് പറയുന്നത് AC to DC എന്താ? It is rectifies itself. Then magnitude and phase of line current harmonics for uncontrolled and thyristor based. ഈ thyristor based എന്ന് പറയുന്നത് it is controlled rectifies itself. ഓക്കെ, നമ്മൾ പറഞ്ഞ റെക്ടിഫയേഴ്സിൽ അതിൻ്റെ ഹാർമോണിക് കണ്ടൻസ് അനലൈസ് ചെയ്യാനുണ്ട് നമുക്ക്. ഫോർ എക്സാമ്പിൾ അതിൻ്റെ പവർ ഫാക്ടർ, നമ്മൾ സാധാരണ പവർ ഫാക്ടർ നമ്മൾ എന്താ പറയുക? ഇറ്റ് ഇസ് if someone asks you what is power factor, normally the correct definition is true power by apparent power. Okay, first year നമ്മൾ പഠിക്കുന്ന സമയത്ത് we will be having a tendency to say power factor is cos phi. പക്ഷേ don't go for that, it is a wrong definition, especially in the concept of power electronics. Power electronics ൽ power factor എന്ന് പറയുന്നത് distortion factor into displacement factor ആണ്. അല്ല, displacement factor മാത്രമാണ് cos phi. Distortion factor നമ്മൾ with the help of harmonic ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ വി നീഡ് ടു ഫൈൻഡ് ദ ഹാർമോണിക്സ് ഫോർ അൺകൺട്രോൾഡ് ആൻഡ് കൺട്രോൾഡ് റെക്ടിഫയേഴ്സ്. ഈ അൺകൺട്രോൾഡ് ആൻഡ് കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് AC to DC converters will be the lengthiest chapter in this power electronics because different load, R load, RL load, RLE load ഓരോന്നിനും ചെയ്യേണ്ടി വരും. And you will have to do with single phase and 3 phase. അതിൽ തന്നെ half wave rectifier, full wave rectifier and semi converters. Then going to last part, that is single phase and 3 phase voltage and current source inverters. Okay, നെക്സ്റ്റ് വരുന്നത് ഇൻവേർട്ടേഴ്സ് ആണ്. ഇൻവേർട്ടേഴ്സിലും സിംഗിൾ ഫേസും 3 ഫേസും ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ന്യൂമറിക്കൽസ് ആണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ യു ഷുഡ് ബി നോയിങ് ദ വർക്കിംഗ്, ബേസിക് വർക്കിംഗ് അറിയണം. ദെൻ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയണം. ദെൻ നെക്സ്റ്റ് സൈനസോയിഡൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. ഓക്കെ, നേരത്തെ പറഞ്ഞു ഈ ഇൻവേർട്ടേഴ്സിലൊക്കെ നമുക്ക് മോട്ടോർ കൺട്രോളും ഇതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ആ പവർ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്? ബൈ കൺട്രോളിങ് ദ സ്വിച്ചസ് ഓഫ് ദ കൺവേർട്ടർ. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്, അനാലിസിസ് ഓഫ് പ്രീവിയസ് ഗേറ്റ് പേപ്പേഴ്സ്. ഓക്കെ, പ്രീവിയസ് ഗേറ്റ് പേപ്പേഴ്സിൽ പവർ ഇലക്ട്രോണിക്സിന് എത്ര വെയിറ്റേജ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം 2011 1 മാർക്ക് ക്വസ്റ്റ്യൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആവറേജ് ഒരു 8 to 9, ചില ഇയേഴ്സിലൊക്കെ 14 മാർക്സ് വരെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് 2022 11 മാർക്സ് ആണ്. ആൻഡ് ഇൻ 2023 അതിലായിരുന്നു ഏറ്റവും വെയിറ്റേജ് കുറവ്, അതായത് 4 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഫോർ പവർ ഇലക്ട്രോണിക്സ്. സോ
in 2024 you can expect എന്താ പറയുക, ബിക്കോസ് ഇറ്റ് ഈസ് എ ഹൈലി വെയിറ്റഡ് സബ്ജക്റ്റ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം കുറവായിരുന്നു, എന്തായാലും ഇപ്രാവശ്യം അതിൽ കൂടുതൽ ഉണ്ടാവാനേ സാധ്യതയുള്ളൂ. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് 2024 കണ്ടക്ടിങ്, അതായത് 2024 എന്ന് പറയുമ്പോൾ 8 years ബിഫോർ 2016 നമുക്ക് 11 മാർക്സിനാണ് ക്വസ്റ്റ്യൻ. അതായത് സെയിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും 8 years ബിഫോർ നമ്മൾ നോക്കുമ്പോൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെയിറ്റേജും കൂടെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം പവർ ഇലക്ട്രോണിക്സിൽ യു വിൽ ബി ഗെറ്റിംഗ് മോർ ക്വസ്റ്റ്യൻസ്. Then we'll see what are the books we need to refer. Okay, power electronics la basically ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബുക്ക് നെഡ് മോഹൻ്റെ ആണ്. ഓക്കെ, പവർ ഇലക്ട്രോണിക്സ് ബൈ നെഡ് മോഹൻ. ഓക്കെ, ഫോർ കൺവേർട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്. ദെൻ വേവ് ഫോംസ് റിലേ, നമുക്കറിയാം പവർ ഇലക്ട്രോണിക്സിൽ നമുക്ക് ആ വർക്കിംഗ് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ വാട്ട് ഇസ് ദ ഇൻപുട്ട് വേവ് ഫോം, ഔട്ട്പുട്ട് വേവ് ഫോം, ബിക്കോസ് ഇതൊരു കുറേ ഹാർമോണിക്സ് റിലേറ്റഡ് ഇതാണ്. അപ്പോൾ നമുക്ക് വേവ് ഫോം വെച്ച് പഠിക്കാനാണ് കുറച്ചും കൂടി എളുപ്പമുണ്ടാവുക. അപ്പോൾ ആ വേവ് ഫോം ഒക്കെ റിലേറ്റഡ് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാർട്ടിൻ്റെ ബുക്കാണ്, പവർ ഇലക്ട്രോണിക്സ് ബൈ ഡാനിയൽ W. ഹാർട്ട്. ഓക്കെ, ദെൻ the most common book which we come across in our colleges is the Rashid book. It is also very useful. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ആ ഹാർമോണിക് അനാലിസിസ് മര്യാദയ്ക്ക് പ്രോപ്പറായി കൊടുത്തിട്ടുണ്ടാവും. സോ വെൻ യു ഗോ ഫോർ എൻ ഇൻഡെപ്ത് നോളജ്, ഈ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് റഷീദിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഓഫ് കോഴ്സ് ഗേറ്റിൻ്റെ വൺസിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, ആൻഡ് വി ഓൾസോ പ്രൊവൈഡ് ഹാൻഡ് ബുക്ക്. സോ അതിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും എല്ലാത്തിൻ്റെയും. സോ ഐ suppose you will be going through these books. Then next we'll see ഈ പവർ ഇലക്ട്രോണിക്സ് ചാപ്റ്റർ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പവർ ഇലക്ട്രോണിക്സ് ഐ ഹവ് ഡിവൈഡഡ് ഇൻ ടു 6 chapters. ഓക്കെ, ഫസ്റ്റ് വൺ ഓഫ് കോഴ്സ് പവർ ഇലക്ട്രോണിക്സിൻ്റെ കൺവേർട്ടേഴ്സ് ഒക്കെ തുടങ്ങുന്നേക്കാൾ മുന്നേ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ആ കൺവേർട്ടേഴ്സ് ബിൽഡ് ചെയ്യുന്നത്? We are building it with the help of different types of switches. Power electronics le power diodes, power BJT, power MOSFET, IGBT and thyristors. Okay, ഇതിൽ ഗേറ്റ് സിലബസിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയുന്നത് തൈറിസ്റ്റേഴ്സ്, മോസ്ഫെറ്റ് ആൻഡ് IGBT ആണ്. ഇതിൻ്റെയൊക്കെ സ്റ്റാറ്റിക് VI കാര ആൻഡ് ഫയറിംഗ് സർക്യൂട്ട്സ് ഓഫ് തൈറിസ്റ്റർ സർക്യൂട്ട്സ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ വരിക. ആൻഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക് എന്ന് പറയുന്നത് ഫയറിംഗ് എന്ന് പറയുന്നത് യു ആർ ടേണിംഗ് ഓൺ ദ സ്വിച്ച്, കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് യു ആർ ടേണിംഗ് ഓഫ് ദ സ്വിച്ച്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്സ് ഉണ്ട്, നാച്ചുറൽ കമ്മ്യൂട്ടേഷനും ഫോഴ്സ് കമ്മ്യൂട്ടേഷനും. സോ അതിനെ ബേസ് ചെയ്തിട്ടും പ്രോബ്ലംസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആൻഡ് സ്വിച്ചസിൻ്റെ ക്യാരനെ ബേസ് ചെയ്തിട്ടും പ്രോബ്ലംസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഇസ് DC കൺവേർട്ടേഴ്സ്. DC കൺവേർട്ടർ എന്താ? ഒരു ലെവൽ ഓഫ് DCനെ വി ആർ കൺവേർട്ടിംഗ് ഇൻ ടു അനദർ ലെവൽ. ദാറ്റ് ഇസ് ഇറ്റ് ക്യാൻ ബി എ ഹയർ ലെവൽ ഓർ ലോവർ ലെവൽ അറ്റ് ദ ഔട്ട്പുട്ട്. അപ്പോൾ ഹയർ ലെവൽ ആണെങ്കിൽ you say it as a boost converter, lower level ആണെങ്കിൽ it is say it as a buck converter. അതായത് compared to input, the output voltage less than input voltage ആണെങ്കിൽ it is a buck converter. If it is greater than input voltage, it is a boost converter. And we also have a buck boost converter. അതിൽ you can convert the output voltage may be higher or lower than the ഇൻപുട്ട് വോൾട്ടേജ് അക്കോർഡിംഗ് ടു ദ ഡ്യൂട്ടി റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഒരു പെർട്ടിക്കുലർ റേഷ്യോ ഉണ്ട്. അത് മാത്രം അറിഞ്ഞാൽ പോരാ, യു വിൽ ബി ഇതിൽ ന്യൂമറിക്കൽസ് മെയിനായിട്ട് വരുന്നത് റിപ്പിൾ കറണ്ട് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻഡക്ടർ വാല്യൂ ബേസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആവുന്ന കണ്ടീഷൻ അങ്ങനെയൊക്കെ. അപ്പോൾ ബക്ക് ബൂസ്റ്റ് യു ക്യാൻ ഡെഫിനറ്റ്ലി എക്സ്പെക്ട് 1 question. ചിലപ്പോൾ 2 question ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് ഇസ് റെക്ടിഫയേഴ്സിൽ as I told before, you will be having single phase and 3-phase rectifiers. അതിൽ തന്നെ കൺട്രോൾഡും അൺകൺട്രോൾഡും ഉണ്ട്. ഓക്കെ, കൺട്രോൾഡും അൺകൺട്രോൾഡും ഉണ്ട്. കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് ഓൾമോസ്റ്റ് നിങ്ങൾ അനലോഗ് ഇലക്ട്രോണിക്സിൽ പഠിച്ചു വന്നതാണ്. പക്ഷേ അതിൽ ഡിഫറെൻറ്റ് ലോഡ്സ് വരുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, R ലോഡ്, RL ലോഡ്, RLE ലോഡ് വെച്ചിട്ടുള്ളത്, ഇതിൻ്റെയൊക്കെ ഹാർമോണിക് അനാലിസിസും ഉണ്ടാവും. ദെൻ ഗോയിങ് ടു ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ടാവും, ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ടാവും, സെമി കൺവേർട്ടേഴ്സ് ഉണ്ടാവും. ഇതിലൊക്കെ ഡിഫറെൻറ്റ് ലോഡ്സിൽ എങ്ങനെയാണ് വേവ് ഫോം ഇരിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് വോൾട്ടേജ് ഇക്വേഷൻസ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫുൾ വേവ് റെക്ടിഫയർ, കൺട്രോൾ ഫുൾ വേവ് റെക്ടിഫയർ ആണ് തന്നതെന്ന് വിചാരിക്കുക, സിംഗിൾ ഫേസ്. അതിൽ തന്നെ നമ്മൾ പഠിക്കുന്ന സിംഗിൾ ഫേസ് ഫുള്ളി കൺട്രോൾ റെക്ടിഫയർ ആണെങ്കിലും ക്വസ്റ്റ്യനിൽ 4 തൈറിസ്റ്ററിന് പകരം ഒരു 3 തൈറിസ്റ്റർ ഒരു ഡയോഡും വെച്ചിട്ട് കൺവേർട്ടർ തരാം. അപ്പോൾ സർക്യൂട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയണം.
സോ ഫോർ ദാറ്റ് യു നീഡ് ടു നോ ദ ബേസ്. എങ്ങനെയാണ് സർക്യൂട്ട് വരുന്നതെന്ന് അറിഞ്ഞാലാണ് ആ സ്വിച്ചിനെ റീപ്ലേസ് ചെയ്ത് റെക്ടിഫയറിനെ റീപ്ലേസ് ചെയ്ത് ഡയോഡ് ആക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് വർക്കിംഗ് വരാമെന്ന് അറിയാൻ പറ്റുള്ളൂ. ദെൻ ഗോയിങ് ടു ഇൻവേർട്ടേഴ്സ്. ഇൻവേർട്ടേഴ്സ് സിംഗിൾ ഫേസും 3 ഫേസും ഉണ്ട്. 3 ഫേസിൽ യു വിൽ ബി ഹാവിങ് 120 ഡിഗ്രി മോഡ് ഓഫ് ഓപ്പറേഷൻ ആസ് വെൽ as 180 ഡിഗ്രി മോഡ് ഓഫ് ഓപ്പറേഷൻ. സോ ഇൻവേർട്ടേഴ്സും അതിൻ്റെ നെക്സ്റ്റ് വരുന്ന പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ആണ്. സോ ഇൻവേർട്ടേഴ്സിൻ്റെ കൺട്രോളിനും നമ്മൾ യൂസ് ചെയ്യുന്നത്, മോട്ടോർ കൺട്രോളിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് പൾസ് വിഡ്ത്ത്, അതിൻ്റെ ഓരോ പൾസും എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതും നോക്കണം. സോ ഇതിൽ നിന്നൊക്കെ ന്യൂമറിക്കൽസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് തിയറി ക്വസ്റ്റിനൊക്കെ. ആ കൂടെ കുറച്ച് തിയറി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ളത് സ്വിച്ചസ് എന്നാണ്. അതിൽ തന്നെ ഡയറക്റ്റ് തിയറി ആയിരിക്കില്ല. ക്യാര തന്നിട്ട് ഈ സ്വിച്ച് അല്ലെങ്കിൽ ഈ സ്വിച്ച് ഫോർവേഡ് വോൾട്ടേജ് ബ്ലോക്ക് ചെയ്യോ, അതിൻ്റെ കണ്ടീഷൻ തരും. യു ഐഡൻറ്റിഫൈ ദ സ്വിച്ച് വിച്ച് ബ്ലോക്സ് ഫോർവേഡ് വോൾട്ടേജ് ബട്ട് വിച്ച് ഇസ് ബൈ ഡയറക്ഷണൽ. അപ്പോൾ തന്ന ഓപ്ഷനിൽ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് വിൽ ബി കോമ്പിനേഷൻ ഓഫ്. അത് മാത്രമാണ് സ്വിച്ചസിന് ഒരു തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ട്, പവർ ഇലക്ട്രോണിക്സ് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിൽ ഏത് സ്വിച്ചാണ് വർക്ക് ചെയ്യുക എന്നുള്ളത്. ബട്ട് ബാക്കി എല്ലാതും DC കൺവേർട്ടേഴ്സ്, റെക്ടിഫയേഴ്സ്, ഇൻവേർട്ടേഴ്സ് ആൻഡ് പൾസ് വിഡ്ത്തിലൊക്കെ യു ക്യാൻ എക്സ്പെക്ട് ന്യൂമറിക്കൽസ്. ആൻഡ് മിസലേനിയസ് എന്ന് പറയുന്നത് ഒരു ഇൻഡക്ടർ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് സർക്യൂട്ടിൽ കൊടുക്കുമ്പോൾ അതെങ്ങനെ ബിഹേവ് ചെയ്യും, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇൻ പ്രീവിയസ് ഇയേഴ്സ്. ലേറ്റസ്റ്റിലല്ല, കുറച്ച് മുന്നുള്ള ഇതില്ല. അതുകൊണ്ടാണ് ഒരു മിസലേനിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഇട്ടിരിക്കുന്നത്. സോ ബേസിക്കലി നിങ്ങൾക്ക് അറിയേണ്ടത് DC പവർ സെമി കണ്ടക്ടർ ഡിവൈസസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്, DC കൺവേർട്ടേഴ്സ്, ഇൻവേർട്ടേഴ്സ്, റെക്ടിഫയേഴ്സ് ആൻഡ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. ഓക്കെ, ഗോയിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ടോപ്പിക് നേരത്തെ പറഞ്ഞു. DC കൺവേർട്ടേഴ്സിൽ ബക്ക് ബൂസ്റ്റ് ഫ്രീക്വൻ്റ്ലി ചോദിക്കാറുള്ളതാണ്. ദെൻ വി ഹാവ് സിംഗിൾ ഫേസ് റെക്ടിഫയർ. സിംഗിൾ ഫേസ് റെക്ടിഫയറിൻ്റെ പല ലോഡിലത്തെ ന്യൂമറിക്കൽസ് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ വി ഹാവ് പവർ ഇലക്ട്രോണിക് സ്വിച്ചസ്. നേരത്തെ ഞാൻ പറഞ്ഞു, ക്യാര തന്നിട്ട് ഇന്ന അതായത് വിച്ച് ബ്ലോക്സ് വോൾട്ടേജ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ ബട്ട് കറണ്ട് ഇസ് ബൈ ഡയറക്ഷണൽ. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാം. ദെൻ സിംഗിൾ ഫേസ് ഇൻവേർട്ടറിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ന്യൂമറിക്കൽസ്. 3 ഫേസ് റെക്ടിഫയർ ആൻഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്സിനും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഹൗ ടു പ്രിപ്പയർ. ഇപ്പം നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്, ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് പറയണം. ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ബി നോയിങ് ദ പ്രോപ്പർ സിലബസ്. എവറി ഇയർ ഇറ്റ് മൈ ചേഞ്ച്. സോ എല്ലാ പ്രാവശ്യവും അതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നോക്കുക. ദെൻ യു ഷുഡ് ബി ഹാവിങ് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, സിലബസ് ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യമേ കളക്ട് ചെയ്ത് വയ്ക്കുക. ദെൻ സ്റ്റഡി മെറ്റീരിയൽ, പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നോക്കി വയ്ക്കുക ഫോർ ഓൾ ദ സബ്ജക്ട്സ്. ദെൻ ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ. സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽ സ്റ്റഡി പ്ലാൻ. നമ്മൾ സ്റ്റഡി പ്ലാൻ പറയുമ്പോൾ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ഫസ്റ്റ് നമ്മളത് പഠിക്കുകയാണ്. ഓക്കെ, വി ആർ ആക്ച്വലി ഒരു പുതിയ കാര്യം വി ആർ ടേക്കിംഗ് ഇൻ ടു അവർ ബ്രെയിൻ. പക്ഷേ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മറന്നു. ബട്ട് വി ഹാവ് ടു റീക്യാപ്പിച്ചുലേറ്റ്. അതായത് റിവിഷൻ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ദെൻ എഗെയിൻ ആൻഡ് എഗെയിൻ, അതായത് ഒരു 10 ദിവസം കഴിഞ്ഞാലും പിന്നെ നെക്സ്റ്റ് ഒരു 30 days കഴിഞ്ഞാൽ, അപ്പോൾ ഓരോ പ്രാവശ്യം ഒരു 3 times എങ്കിലും നിങ്ങൾ റിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർമുലാസിൻ്റെ ഇറ്റ് വിൽ ബി മോർ ഈസി വെൻ യു ലുക്ക് ഇൻ ദ ലാസ്റ്റ് മന്ത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. പവർ ഇലക്ട്രോണിക്സ് പറഞ്ഞു, ഇറ്റ് ഈസ് എ സബ്ജക്ട് വിത്ത് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് സർക്യൂട്ട്സ് ആൻഡ് വേവ് ഫോംസ്. ഓരോ ലോഡിലും ആ വേവ് ഫോംസ് മാറും. സോ അത് വരച്ച് തന്നെ നോക്കിയാൽ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു. അത് എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻ ഒത്ത് ഈ ഇന്ന പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ വേവ് ഫോം ഇങ്ങനെ ആകുമ്പോൾ ഈ ലോഡിന് അക്രോസ് ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ വോൾട്ടേജ്, ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ കറണ്ട്, അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഇങ്ങനെയായിരിക്കും. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കിപ്പോയാൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ വൈൽ ഡൂയിങ് ദ പ്രോബ്ലംസ്. Then next is practice numerical problems. Mock test, online mock test എത്ര അറ്റൻഡ് ചെയ്യുന്നോ അത്രയും you will be fast and you will be having many ideas on it. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇത് അപ്രോച്ച് ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്ന് നമുക്ക് അറിയാം. ആൻഡ് ഫോക്കസ് ഓൺ റിവിഷൻ ആൻഡ് ഷോർട്ട് നോട്ട്സ്. അതായത് റിവിഷൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഒപ്പം തന്നെ ഷോർട്ട് നോട്ട്സ് എഴുതി വയ്ക്കുക. ദെൻ ഫോക്കസ് ഓൺ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ചില നമുക്ക് പ്രീവിയസ് ഇയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില ടോപ്പിക്സ് നേരത്തെ ഞാൻ പറഞ്ഞു DC കൺവേർട്ടേഴ്സ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും.
ഓക്കെ, അതുമാതിരി റെക്ടിഫയേഴ്സ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അങ്ങനത്തെ ഓരോ സബ്ജക്റ്റിനും ഗേറ്റിൻ്റെ ഓരോ സബ്ജക്റ്റിനും അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. ദെൻ ഇപ്പം നമുക്ക് ഒരുപാട് ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ്, ടെലഗ്രാമിലായാലും വാട്സപ്പിലായാലും. അപ്പോൾ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ യു വിൽ ബി അപ്ഡേറ്റഡ് വിത്ത് ദ കണ്ടൻസ്. എന്തെങ്കിലും പുതിയതായിട്ടുള്ള ഒരു ക്വസ്റ്റനോ ഒക്കെ ആരെങ്കിലും ഡൗട്ട് ചോദിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. സോ ട്രൈ ടു ജോയിൻ. പക്ഷേ അതിൽ ഓവറായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യരുത്. അതായത് ക്വസ്റ്റ്യൻസ് പുതിയത് കണ്ടാൽ റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയാൽ അതിൽ ഡിസ്കഷൻ ഇടുക. ഓക്കെ, ദെൻ ടൈം മാനേജ്മെൻറ്റ്. ഓക്കെ, ടൈം മാനേജ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഒരു ടോപ്പിക്ക് നമ്മൾ പെർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മൾ എടുത്തു, ഇഫ് യു ആർ ഗെറ്റിംഗ് സ്റ്റക്ക് വിത്ത് ഇറ്റ്, നമ്മൾ കുറേ നാൾ അതിന് വെച്ചിരിക്കുകയാണെങ്കിൽ ദർ ഇസ് നോ പോയിന്റ് ഇൻ ഇറ്റ്. അത് മൂവ് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വിച്ച് ദ നെക്സ്റ്റ് ടോപ്പിക് ആൻഡ് ദെൻ കം ബാക്ക്. ഓക്കെ, ദെൻ സ്റ്റേ ഹെൽത്തി ആൻഡ് പോസിറ്റീവ്. നമുക്ക് എക്സാം ടൈം ആവുമ്പോൾ എത്ര പഠിച്ചാലും, ഇത് മൊത്തം പഠിച്ചു കഴിഞ്ഞാലും ആ ഒരു ഫൈനൽ ഡേ ഓഫ് ദ എക്സാമിൽ എവ്രിബഡി മൈറ്റ് ഗെറ്റ് ടെൻസ്ഡ്, അല്ലെങ്കിൽ ഒരു നെർവസ്നെസ് ഉണ്ടാവും. ആ നെർവസ്നെസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, സോ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ദ ഗേറ്റ് പ്രിപ്പറേഷൻ. സോ ഐ ഹോപ്പ് യു ഗോട്ട് ആൻ ഓവർവ്യൂ ഓഫ് പവർ ഇലക്ട്രോണിക്സ് സബ്ജക്ട്സ്. അതിൽ റെഫർ ചെയ്യേണ്ട ബുക്സ് ഏതൊക്കെയാണെന്നും അതിൻ്റെ വെയിറ്റേജ് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക്സ് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതെന്നൊക്കെ ഒരു ബ്രീഫ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ hope you all will be preparing well for your exam. Thank you.